Good afternoon, doctor. I am Shivashankar from Proto Pharmaceuticals. ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ പ്രോട്ടോ ബീറ്റ് ടോണിക് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ. പിന്നെ ടേബിൾ ഫാൻ കണ്ടോ? കണ്ടു. അത് പ്രോവിറ്റേക്കാരുടെ കോംപ്ലിമെന്റ്സ് ആണ്. പിന്നെ ഈ ടേബിൾ കണ്ടോ? കണ്ടു. വിറ്റ ബീറ്റോളുകാരുടെയാണ്. ബ്യൂറോ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്സ്? 1000 ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ്, 5000 ഒരു കളർ ടിവിയും ഒരു VCRും, 10,000 ഒരു ചെറിയ മാരുതി കാർ. റിയലി? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്താ നിങ്ങളുടെ ടോണിക്കിന്റെ പേര്? പ്രോട്ടോ ബി ഹെൽത്ത് ടോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് സെർബിറ്റോൾ. ഗർഭ ശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി. പ്രോട്ടോബി 4 ബോട്ടിൽസ്. അതേത് ഡോക്ടറെ? ഡോക്ടർ സുരേന്ദ്രന്റെ. ഇത് തീർന്നിരിക്കുക. ഒരു ബോട്ടിൽ പോലും ഇല്ലേ? ഇല്ല, കംപ്ലീറ്റ് തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞിരുന്നു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന്. അതുകൊണ്ട് 4 വാങ്ങി വെച്ചോളാം. ഇനി എന്ന് വരും? 2-3 ദിവസത്തിനകം വരുത്തി തരാം. വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം നിങ്ങൾക്ക്? തലവേദന. സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ റെപ്രസെന്റേറ്റീവ് ആള് കൊള്ളാമല്ലോ. ഓരോരുത്തരും 1000 ബോട്ടിൽ വെച്ച് എഴുതിയാലേ നീ ഫ്രിഡ്ജും VCRും ടിവിയും ഒക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കും? ഞാൻ എവിടുന്ന് കൊടുക്കാനാ? പിന്നെ ഈടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിൽ ഇലവായ എനിക്കൊരു 8,000 റുപ്യ കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഇവന്മാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ പറ്റേ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ്. അയ്യോ, അപ്പൊ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് പഞ്ഞം. എടാ ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ ലോട്ടറി ടിക്കറ്റ് വിറ്റാ ജീവിക്കാനുള്ള കാശ് കിട്ടത്തില്ലയോ? ഞാനും ഈ വണ്ടിയൊക്കെ വിറ്റിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടും നോക്കാൻ പോവാ. വണ്ടിക്കാണെങ്കിൽ ഓട്ടോ ഇല്ല. ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കണം. നീ ഒന്ന് അടിച്ചു നോക്കിയാ ചാട്ടാവുന്നു. കേരള ദൈവമേ, വഴി കിടത്തല്ലേ. നീ ഇവിടെ കേറുന്നുണ്ടോ? കേറിയില്ലെങ്കിൽ കേറിയില്ല, ഇവിടെ വഴി കിടക്കാം. കേറിയാൽ കേറി അവിടെ വീട്ടിൽ കിടക്കാം.